ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് വൈനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു. ഈ 2 ലിറ്ററിന് ഈ 1 ലിറ്റർ ഫ്രീ ആണ്. അപ്പം നമ്മൾ ഫ്രീ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചാടി വീഴുമല്ലോ. അപ്പം ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത്ര ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പെട്ടെന്നൊരു വൈന്. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട, കുറച്ച് ചുക്ക്. ഇതെല്ലാം ചേർത്ത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 3 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇതിന് പൊന്തി വന്നിട്ട് ബാക്കി ചെയ്യാം. നമ്മൾ വൈനിടാൻ തുടങ്ങുകയാണ്. വൈനിടാൻ വേണ്ടി ഞാൻ ഈ ഒരു കുപ്പി ഭരണിയാണ് എടുത്തിരിക്കുന്നത്, കുപ്പിപ്പാത്രം. നമ്മൾ വൈനിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം. കാര്യം ഒട്ടും വെള്ളമയം പാടില്ല. നല്ലതുപോലെ കഴുകി ഉണക്കിയ പാത്രം തന്നെ ആവണം, അല്ലെങ്കിൽ പ്രശ്നം വരും. നല്ല വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കുക. ഇനിയിപ്പം ആദ്യം ഞാൻ ഈ ആപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ജ്യൂസിലേക്ക് ഇതിൻ്റെ 3 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ജ്യൂസിന് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ 3 കപ്പ് പഞ്ചസാര ആക്കിയത്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക് പിച്ചിട്ട് കൊടുക്കുക, രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ഗ്രാമ്പു ഇടുക, പിന്നെ ചുക്ക് അതിട്ട് കൊടുക്കുക, പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. ഇനിയും ഒരു വെള്ള തുണിയിട്ട് അടപ്പ് വെച്ച് മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാര്യം ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ അടപ്പം മുറുക്കി അടയ്ക്കാൻ പാടില്ല. ഇത്രയും മതി, ഒന്ന് പതുക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ദിവസവും നല്ല വൃത്തിയുള്ള തവി വെച്ച് ഇളക്കി കൊടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി വൈൻ തയ്യാർ. സാധാരണ വൈനൊക്കെ നമ്മൾ കുറേ ദിവസം എടുക്കും, 21, 1 മാസം, 2 മാസം. പക്ഷേ ഈ വൈൻ ഒരാഴ്ചയാകുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എന്താകുമെന്ന് നോക്കാം. നമ്മുടെ വൈന് ഇട്ടിരുന്ന ഒരാഴ്ചയായി.
നമുക്കിതിലേക്ക് ഇതിപ്പോൾ നമ്മൾ പിന്നെ ജ്യൂസായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ഒരാഴ്ചത്തെ സമയം മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 21 ദിവസം 45 ദിവസം അത്രയൊക്കെ വേണ്ടി വരും ഒരു വൈനൊക്കെ ഇട്ടിട്ടൊന്ന് റെഡി ആയിട്ട് വരാൻ. ഇതിപ്പം ഒരാഴ്ചയായി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ വരാൻ ഞാനിപ്പം 2-3 സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, കുറച്ച് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി. അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ഞാൻ ഇങ്ങനെ അടപ്പ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ ചെയ്യാനാണ് ഞാനൊന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾക്കതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വൈകുന്നേരം ഒരുവിധം ആയിട്ടുണ്ട് വൈന്. നല്ല പവറായിട്ടൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ദിവസം ഇളക്കുന്ന സമയത്ത് നല്ല തവ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. നല്ല ഉണങ്ങിയത് തന്നെ. കാര്യം ഒരു തരി വെള്ളമയം പോലും പാടില്ല. അത്രയ്ക്ക് നന്നായിട്ട് നോക്കണം. ഇത് എത്ര നാൾ വേണേലും ഇരിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മിക്കവാറും കാണാം പിന്നെ ഒരു ജ്യൂസിൻ്റെ കൂടെ ഒന്നുകൂടെ ഒക്കെ ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളെല്ലാവരും എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വൈന് നന്നായിട്ട് തന്നെ വന്നു എന്നുള്ളതാണ്. ഈ വെള്ളം ഇങ്ങനെ ഈ പത പോലെ വരുന്ന കണ്ടില്ലേ, അതൊക്കെ നമ്മൾ നല്ല ക്ലീനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ തവിയിൽ എന്തെങ്കിലും ഒരു നനവോ എന്തൊക്കെയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മുകളിലൊക്കെ ഇങ്ങനെ ഈ വെള്ളയ്ക്ക് പകരം നല്ല കറുപ്പ് പോലെയൊക്കെ വന്നേനെ. ഇതിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ നമ്മൾ വൈന് സാധാരണ നമ്മളൊരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കുടിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ സ്പൈസസ് കുറച്ച്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ നല്ലതാണ്. വയറിനൊക്കെ ആണെങ്കിലും നമ്മൾ അരിഷ്ടമൊക്കെ കുടിക്കുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ വൈൻ ഇടുമ്പോൾ ഒരു ടിപ്സ് പറയാം. നമ്മളിപ്പം ഏത് വൈനിട്ടാലും നമ്മളത് ഊറ്റുന്നതിന് 2 ദിവസം മുമ്പ് എഗ് വൈറ്റ് 1-2 എഗ് വൈറ്റ് എടുത്തിട്ട് അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുകയാണെങ്കിൽ നമ്മളിത് നന്നായിട്ട് തെളിഞ്ഞു വരും നമ്മുടെ ഈ ഒരു വൈന്. അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു എഗ് വൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇത് ചീത്തയാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എത്ര നാൾ വേണേലും ഇരുന്നാലും ഒന്നും ചീത്തയാവില്ല. ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം നമ്മളിപ്പം റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഇന്നോട്ടേ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പം ഇത് കാരമലൈസ് ചെയ്ത് ഇത് വെച്ചത് കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം കൂടി ഇരിക്കട്ടെ, നാളെ വേണമെങ്കിൽ ഇതൊന്ന് ഊറ്റി വെക്കാം. എന്നിട്ട് നാളെ നിങ്ങളെ ബാക്കിയൂടെ കാണിക്കാം. നമ്മുടെ വൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു. നമ്മുടെ എഗ് വൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ തെളിയിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പം ഒരു അരിച്ചെടുക്കുകയാണ്. നമ്മൾ തുണിക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഫൺ രീതിയിൽ ഒന്ന് സക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഭരണിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൈനെല്ലാം അരിച്ചത് നമ്മൾ ട്യൂബ് ഉപയോഗിച്ച് അരിച്ചൊക്കെ റെഡിയാക്കി. നമ്മൾ തുണിയോ പിന്നെ അരിപ്പയോ ഒന്നും ഉപയോഗിച്ചില്ല. ഇത് വെച്ചിട്ട് അരിച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിത് മട്ടെല്ലാം താഴോട്ട് വന്ന് തെളി മാത്രമാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റൻറ്റ് വൈന്. നമ്മുടെ ഇത് ആപ്പിൾ ജ്യൂസായിരുന്നു. അതിനെ നമ്മൾ ഒരാഴ്ച കൊണ്ട് വൈനാക്കി എടുത്തതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാം. വേറൊന്നുകൂടി പറയാം, ഫ്രിഡ്ജിലല്ലാതെ ഈ ഭരണി അല്പം വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സൂക്ഷിക്കുവാണെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് നല്ല ആപ്പിൾ സൈഡർ വിനാഗിരിയായി ഇത് കിട്ടും.
ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനാഗിരിക്കൊക്കെ നല്ല ഡിമാൻഡാണ്. സാലഡിനും മറ്റുമൊക്കെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് അതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.